നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. ഏകദേശം ഒരു വർഷത്തോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാരണം ഞാൻ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ യാത്രയും കുറവായിരുന്നു ഈ ഒരു വർഷത്തേക്ക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തെ പറ്റിയാണ്. ഭൂലേശ്വർ എന്ന് പറയുന്നൊരു ക്ഷേത്രം. പൂനെയിൽ നിന്ന് ഏകദേശം ഒരു 52 കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രമാണിത്. പൂനെയിൽ നിന്ന് സോലാപൂരിലേക്ക് പോകുന്ന വഴി യാവത്തിൽ നിന്ന് തിരിഞ്ഞ് മാൽഷിരാസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമത്തിലുള്ളൊരു ക്ഷേത്രമാണ്. ഞാൻ ഈ പൂനെയിൽ വന്നിട്ട് ഏകദേശം 8 വർഷത്തോളമായി. ഞാനിപ്പോഴാണ് ഈ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത്. അതും ഞാൻ ഓട്ടോയിൽ പോകുന്ന വഴി ഒരു ഓട്ടോ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഒന്നും പറയാൻ ഇല്ല, അടിപൊളി ക്ഷേത്രം. ഇവിടുത്തെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാറ് പാർക്ക് ചെയ്യുന്ന അപ്പുറത്തെ സ്ഥലത്തായിട്ടാണ് കേട്ടോ. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് വേറെ എൻട്രി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നടന്നിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഉള്ള വഴിയാണ്. ഇതുവഴി നടന്ന് കയറി വരുന്ന വഴിയാണ് അതുവഴി. കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം അങ്ങ് അപ്പുറത്തായിട്ടാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ കയറിയതാ. ഇവിടെ ഒരു നടയുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീരാമനും സീതാദേവിയാണെന്ന് തോന്നുന്നു. ഹനുമാനും ഉണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഏകദേശം ഈ 4 ചുറ്റുപാടുമുള്ള സ്ഥലം അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് കയറി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം, മെയിൻ ക്ഷേത്രത്തിലോട്ട് കയറുന്നത് ഇതുവഴിയാണ്. അപ്പോൾ മെയിൻ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുന്നേ ആയി ഇടത് സൈഡിന് താഴോട്ടൊരു ഇതുണ്ട്, ഒരു എന്താ അറിയത്തില്ല. അപ്പോൾ അകത്തോട്ടൊന്ന് കയറി നോക്കാം. ഓക്കെ. നല്ല പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് കയറിക്കഴിഞ്ഞാൽ ഇത് രഹസ്യ അറയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം ഒരു 10-15 പേർക്കൊക്കെ ഇരിക്കാം. ഒരു 5-10 പേർക്ക് കിടക്കാം. അത്രയാണ്. ഒരു ചെറിയൊരു ഗുഹ കണക്ക്. ഇതുവഴിയാണ് കയറി വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇതുവഴിയാണ് കയറി വന്നത്. AD 12-ാം നൂറ്റാണ്ടിൽ യാദവ ഭരണാധികാരിയായ കൃഷ്ണദേവരായ പണി കഴിപ്പിച്ച ഒരു പുരാതന ശിവക്ഷേത്രമാണ് ഭൂലേശ്വർ. ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദൂരെ നിന്നും കാണുമ്പോൾ ഒരു പള്ളിയുടെ ആകൃതിയിലാണ് കാണാൻ കഴിയുക. ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം ഒരു പള്ളിയുടെ ഡോമിൻ്റെ ആകൃതിയിലാണ്. അതിന് താഴോട്ട് തീർത്തും സങ്കീർണമായ കൊത്തുപണിയോട് കൂടിയുള്ളതുമാണ്. ക്ഷേത്രത്തിൻ്റെ പുറമെ നിന്നും കാണുമ്പോൾ ആദ്യ പകുതി ഭാഗം കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചതായും അതിന് മുകളിലായി ഡോമിൻ്റെ ഭാഗം വെള്ള നിറത്തിലുമാണ് കാണാൻ കഴിയുക. അക്കാലത്ത് മുഗൾ ഭരണാധികാരികളാൽ നശിക്കപ്പെടാതെ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സവിശേഷമായ രൂപകൽപ്പനയുടെ പിന്നിലുള്ള കാരണം.
എന്നിട്ടും അക്കാലത്ത് നിരവധി ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയും കൊത്തുപണികളും മറ്റും നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പുറമെ നിന്നും തന്നെ കാണുമ്പോൾ മനസ്സിലാകും. ഈ ക്ഷേത്രം പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് കറുത്ത പാറ കൊണ്ടാണ്. ആ സമയത്ത് ഇത്രയും ടൺ കണക്കിന് പാറ എവിടെ നിന്നും കൊണ്ടുവന്നു എന്നത് ഒരു അവിശ്വസനീയ കാര്യമാണ്. ക്ഷേത്രത്തിന് സമീപത്തായി ഈ പാറ കാണുന്ന സ്ഥലവും ഇല്ല. ക്ഷേത്രത്തിന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ചുവരുകളിൽ അതിമനോഹരമായ കൊത്തുപണികൾ കാണാൻ കഴിയും. തീർത്തും അതിസങ്കീർണമായ കൊത്തുപണിയാണ് കാണാൻ കഴിയുക. അന്നത്തെ കാലത്ത് ഇത് എങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നന്ദി ഭഗവാന്റെ ഒരു വലിയ പ്രതിമ കാണാം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവ ഭഗവാനാണ്. മഹാദേവ ഭഗവാനെ കൂടാതെ മഹാവിഷ്ണു ഭഗവാൻ, ലക്ഷ്മി ദേവി എന്നിവരും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് അകത്ത് ഒരു സ്ഥലം പോലും അവശേഷിക്കാതെ എല്ലായിടത്തും കൊത്തുപണികൾ കാണാം. അതിൽ പ്രധാനപ്പെട്ടത് മഹാഭാരത യുദ്ധം നടക്കുന്നതിൻ്റെ ഒരു കൊത്തുപണിയുണ്ട്. പിന്നെ സ്ത്രീ രൂപത്തിലുള്ള ഗണപതി ഭഗവാന്റെ ഒരു രൂപം, ഗണേശ്വരി എന്നാണ് പറയുന്നത്. പിന്നെ നൃത്തകലയുടെ പല ഭാവങ്ങളും കൂടാതെ മൃഗങ്ങളുടെയും പല ദേവതകളുടെയും കൊത്തുപണികളും കാണാം നമുക്ക് ഇതിനകത്തായി. നിർഭാഗ്യവശാൽ അകത്തുള്ള ചില കൊത്തുപണികളും നശിക്കപ്പെട്ടിട്ടുണ്ട്. ചിലത് ഭാഗികമായും ചിലത് പൂർണ്ണമായും ഉടച്ചു കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിഴലുകൾ ഇപ്പോഴും ഈ ചുവരുകളിൽ കാണാൻ കഴിയും. പാർവതി ദേവി ശിവഭഗവാന് വേണ്ടി ഇവിടെ വെച്ച് നൃത്തം ചെയ്തു എന്നും അതിനുശേഷമാണ് ഹിമാലയത്തിലേക്ക് പോയി വിവാഹിതരായി എന്നുമാണ് വിശ്വാസം. ഇവിടുത്തെ ദർശന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 9 മണി വരെയുമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇവിടേക്ക് വരുന്നതിനായി പ്രവേശന ഫീസില്ല. ശിവരാത്രി സമയത്താണ് ഇവിടെ വരുന്നത് എങ്കിൽ പ്രത്യേക പൂജയിലും മറ്റും പങ്കെടുക്കുവാനും സാധിക്കും. സായാഹ്ന സമയങ്ങളിൽ ക്ഷേത്രത്തിൽ തൊഴുകുന്നത് കൂടാതെ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. നിരവധി ദേശാടന പക്ഷികളെ കൂടെ ഇതിന് സമീപത്തായി കാണാം നമുക്ക്.
അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറത്ത് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ ക്ഷേത്രത്തെ പറ്റി. ക്ഷേത്രത്തിൻ്റെ ഏകദേശം താഴ്ഭാഗവും ക്ഷേത്ര നടയും അതിൻ്റെ താഴ്ഭാഗവും കരിങ്കല്ല് കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മോൾ ഭാഗം കട്ട കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും കറുത്ത കല്ലും പിന്നെ അതിൽ മുകളിലത്തുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇത് പിന്നെയാണ് അത് പണിതെന്ന് മനസ്സിലാവും. പഞ്ചപാണ്ഡവരാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. അതിനുശേഷം യാദവ രാജവംശത്തിലെ ആൾക്കാർ ഇത് പുതുക്കി പണിയുകയാണ് ചെയ്തിട്ടുള്ളത്. 12ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 13ാം നൂറ്റാണ്ട് ആദ്യ ഭാഗത്തുമായിട്ടാണ് ഈ ക്ഷേത്രം ഈ കാണുന്ന രീതിയിലുള്ള പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതിൽ കുറേ ഈ ക്ഷേത്രത്തിൽ അന്ന് ആ സമയത്ത് കുറേ ആക്രമണങ്ങളോ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ കൊത്തുപണികളിലും അതിലേക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കുറേ കൊത്തുപണികളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാണുമ്പോൾ അത് നമുക്ക് വിഷമം തോന്നും. എത്ര അടിപൊളിയായിട്ടാണ് കുറേ നാളത്തെ ആൾക്കാരുടെ ഒരു പരിശ്രമമായിരിക്കും ഇതെല്ലാം ചെയ്തെടുത്തത്. അത് എങ്ങനെ ഒറ്റയടിക്ക് വന്ന് നശിപ്പിക്കപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർത്തും ഒരു വിഷമമായ ഒരു കാര്യം തന്നെയാണ്. ചുറ്റും ശാന്തമായ അന്തരീക്ഷം, യാതൊരു ഇതുമില്ല, ബഹളമൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ടാണിത്. വൈകിട്ടൊക്കെയും ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇപ്പോൾ ഏകദേശം ആൾക്കാർ ഇത് യൂട്യൂബിലൊക്കെയും കുറേ വീഡിയോകളുണ്ട്. അപ്പോൾ അതൊക്കെയും കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൂനെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് തൊഴുവണം. പൂനെയിൽ നിന്ന് ഏകദേശം ഒരു 52 കിലോമീറ്റർ അകലെയായിട്ടാണ് സോലാപൂരിലോട്ട് പോകുന്ന നാഷണൽ ഹൈവേ എന്ന് യാവത്തിൽ നിന്ന് തിരിഞ്ഞ് മാൽഷിരാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊച്ചു ഗ്രാമത്തിലാണിത്. അത് കുന്നിന് മുകളിലായിട്ടാണ്, ഏറ്റവും വന്ന ഒരു കുന്നിന് മുകളിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. അത് ഈ ക്ഷേത്രം ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട് ഇതിൽ. വല്ല ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ക്ഷേത്ര ദർശനവും വീഡിയോ എല്ലാം എടുത്ത് കണ്ട് ഇറങ്ങി വരുന്ന വഴിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയും വന്നിട്ടുണ്ട് വീഡിയോയിൽ, അതെനിക്കറിയാം. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് രൂപേണ അറിയിക്കണം കേട്ടോ. പിന്നെ ലൈക്കും കൂടെ ചെയ്യണം. പറ്റുമെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഞാൻ പോവുകയാണ്.